അബുദാബിയിൽ വെച്ച് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രൊജക്ടുകൾ അവാർഡ് അബുദാബിയിൽ വെച്ച് മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അവാർഡുകളുടെ ഒരു വലിയ നിര തന്നെയാണ് 2026 ഞങ്ങളെ കാത്തിരിക്കുന്നത്. അതിന്റെ തുടക്കം അടുത്ത 13-ാം തീയതി നിയമസഭയിൽ വെച്ച് സ്പീക്കറുടെ കയ്യിൽ നിന്നും ഈ ബെസ്റ്റ് പ്രൊജക്ടുകൾ അവാർഡ് ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അതോടൊപ്പം കേന്ദ്രത്തിന്റെ ഒരുപാട് അവാർഡുകളാണ് അടുത്ത വർഷവും ഞങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്ത ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അനൗൺസ് ചെയ്ത് 22 ദിവസമായിട്ടുള്ളൂ. ഈ 100 കോടി പ്രൊജക്ടിന്റെ 75% ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റി എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടെ അറിയിക്കാൻ. അതിന് 25% കൂടി ഒരു ബാലൻസ് ഉണ്ട്. അതിന് നമ്മളൊരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ തന്നിരുന്നു അല്ലെ. ആ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇന്ന് പിൻവലിക്കുമ്പോൾ മറ്റൊരു ഓഫർ കൂടെ നിങ്ങൾക്ക് ഇത് തരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത് പറയുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് സുന്ദരിമാര് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ തൽക്കാലം അവരെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. അവർ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ലെറ്റ് മീ ഇൻവൈറ്റ് ജസ്പീഡിന്റെ താരസുന്ദരിമാർ വെൽക്കം ഓൺ ദി സ്റ്റേജ്. കാണാം അവരുടെ കൺകുളിർപ്പിക്കുന്ന ഡാൻസ് പെർഫോമൻസുമായി ലഭിക്കും. പക്ഷേ അറിയാം, ഇന്നലത്തോട് ഓഫർ കഴിഞ്ഞിട്ടുണ്ട്. ചെയർമാൻ അത് 1.5 ആക്കിയിട്ടൊന്ന് ടോപ്പ് ചെയ്തോട്ടെ. 1 ലക്ഷം എന്നുള്ളത് 1.5 ആക്കിക്കോട്ടെ. ഇപ്പൊ നമ്മൾ 1.5 കൊടുത്തോണ്ടിരിക്കുന്നത്. ന്യൂ ഇയർ ആയിട്ടൊന്ന് 1.5 ആക്കിക്കോട്ടെ. 1.5 മതിയോ? 2 എടാ 1.5 1.5. യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ 5-ാം തീയതി ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. 5-ാം തീയതി വരെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ഈ കൈയ്യടിക്ക് മതി അങ്ങനെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച്. കാരണം ഇവിടെ നിന്ന് തുള്ളുമ്പോഴേ മനസ്സിലാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതല്ലേ. ചെറിയ കാര്യങ്ങളാണോ? അല്ല. യെസ്. ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് വന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ 25 വർഷമായിട്ട് കൂടുള്ളവരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സ് എല്ലാം പിന്നീട് ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആയിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഏറ്റവും വലിയൊരു, ഇപ്പൊ ഇന്ന് ഇവിടെ ഡാൻസ് ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകത ഇവരെല്ലാം ഓണർമാരാണ്. ഇന്ന് ഇവിടെ ഡാൻസ് ചെയ്തവരെല്ലാവരും ഇതിന്റെ ഓണേഴ്സാണ്. ഈ സ്വന്തം കോമ്പൗണ്ടിൽ നിന്ന് ഡാൻസ് കിട്ടുമ്പോൾ കളിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ വല്ലതും ഉണ്ടോ പിള്ളേരെ? അല്ലെ, സ്വന്തം കോമ്പൗണ്ടില് ദിലീപ് പറഞ്ഞ പോലെ എന്റെ വീട് എന്റെ കിടക്ക എന്റെ കട്ടിൽ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് എല്ലാം സ്വന്തം തന്നെ അല്ലെ. പുറത്തുനിന്ന് ഒരു വേദിയിൽ പോയി ഇതേപോലെ ചെയ്യാൻ പറ്റുമ്പോൾ എത്ര അല്ലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇത്രയും സേഫ്റ്റിയോട് കൂടെ തന്നെ നിങ്ങളുടെ ഇനിയുള്ള ജീവിതവും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കണമെന്ന് ആശംസിക്കുകയാണ് ഈ ന്യൂ ഇയർ ദിനത്തിൽ. അപ്പൊ ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഒരു 12 ഏക്കർ തുടങ്ങുന്ന ഈ ഒരു വലിയ പ്രൊജക്ട് ഒരു പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാകാൻ പോകുന്ന ഒരു വലിയ പ്രൊജക്ടാണ്. കാരണം സാൻഡൽവുഡ് റിസർച്ച് സെന്ററും അതോടൊപ്പം തന്നെ നഴ്സറിയും അതോടൊപ്പം സാൻഡൽവുഡിന്റെ കൾട്ടിവേഷനും ഫാം ടൂറിസവും ഇന്റഗ്രേറ്റഡ് ഫാമിംഗും, അതായത് ഇവിടെ താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും എഗ്ഗും ചിക്കനും ആടും കോഴിയും എല്ലാം കൃഷി ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്ട് കൂടിയാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അടുത്ത 2 ആഴ്ചക്കുള്ളിൽ അതിന്റെ കല്യാണ ചടങ്ങുണ്ടാവും. മിനിസ്റ്ററുടെ ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കല്യാണ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അഡ്വാൻസ് ആയിക്കൊണ്ട് ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ കല്യാണ ചടങ്ങിന് നിങ്ങൾ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു, ആ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് 100 കോടിയുടെ പ്രൊജക്ട് ആണ്. അതിന്റെ 75 ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. പക്ഷെ ഇന്ന് വന്നവർക്ക് കൂടെ ഒരു ചെറിയ ഓഫർ കൂടെ തരികയാണ്. 1 വാങ്ങുന്നവർക്ക് എത്രയെന്ന് ഫ്രീ? 1 ഫ്രീ ആയിരുന്നു. 1 ലക്ഷം രൂപയുടെ ഷെയർ എടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ ഓഹരി സൗജന്യമായിട്ട് പ്രോപ്പർട്ടി രജിസ്ട്രേഷനോട് കൂടി LLPയിൽ നമുക്ക് ലഭിക്കും. പക്ഷേ അറിയാം, ഇന്നലത്തോട് ഓഫർ കഴിഞ്ഞിട്ടുണ്ട്. ചെയർമാൻ അത് 1.5 ആക്കിയിട്ടൊന്ന് ടോപ്പ് ചെയ്തോട്ടെ. 1 ലക്ഷം എന്നുള്ളത് 1.5 ആക്കിക്കോട്ടെ. ഇപ്പൊ നമ്മൾ 1.5 കൊടുത്തോണ്ടിരിക്കുന്നത്. ന്യൂ ഇയർ ആയിട്ടൊന്ന് 1.5 ആക്കിക്കോട്ടെ. 1.5 മതിയോ? 2 എടാ 1.5. യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ 5-ാം തീയതി ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. 5-ാം തീയതി വരെ. കാരണം ഒരുപാട് പേര് പെൻഡിംഗിൽ നാളെ മറ്റന്നാളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെയും നിരാശപ്പെടുത്തുന്നില്ല. എന്തായാലും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നമ്മൾ 5-ാം തീയതി വരെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല എന്നോട് അറിയിക്കുകയാണ്. അപ്പൊ ഇന്ന് ആരെങ്കിലും ഒക്കെ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ റെഡിയാണ്. എങ്കിൽ ഈ അവസരം ഒരു 10 മിനിറ്റ് സമയത്തേക്ക് പെട്ടെന്ന്